മെറ്റനകത്ത് നിങ്ങൾ പിൻ കോഡ് വെച്ചിട്ട് എത്ര പേര് ടാർഗറ്റ് ചെയ്യാറുണ്ട്? എവിടെയാണ് ആക്ച്വലി ഈ ഒരു പിൻ കോഡ് വെച്ചിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ മാത്രം ടാർഗറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ശരിക്കും നിങ്ങൾ പിൻ കോഡ് വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ഈ പിൻ കോഡ് വെച്ചിട്ട് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺവാണ്ടഡ് ആയിട്ടുള്ള ലൊക്കേഷൻസ് അതിനകത്തേക്ക് കയറി വരില്ല. നോർമലി നമ്മളൊരു ലൊക്കേഷൻ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ മെറ്റെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൊക്കേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. അത് ഒഴിവായിക്കോട്ടെ നിങ്ങൾ പിൻ കോഡ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. സോ നിങ്ങൾ ആ ഒരു സർവീസ് ഏരിയ എവിടെയാണോ കറക്റ്റ് ആ ഒരു സ്പെസിഫിക് ഏരിയ മാത്രമായിരിക്കും അതിനകത്ത് എന്ത് ചെയ്യുക ടാർഗറ്റ് ആവുന്നത്. പിൻ കോഡ് വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റിനകത്ത് പ്രധാനപ്പെട്ട ഒന്ന്, നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റിംഗ് ആയിരിക്കും. അൺവാണ്ടഡ് ആയിട്ടുള്ള ലൊക്കേഷൻ അതിനകത്ത് കയറി വരില്ല. രണ്ടാമത് നിങ്ങൾക്ക് ക്വാളിറ്റി ലീഡ്സ് കൊണ്ടുവരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു അഡ്വക്കേറ്റിനാണ് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു ക്യാമ്പയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 കിലോമീറ്റേഴ്സിന്റെ ഇടയിലുള്ള ഓഡിയൻസിനെ മാത്രമാണ് ഈ ഒരു അഡ്വക്കേറ്റ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് വരുന്ന ലീഡ്സ് അയാൾക്ക് വേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ ആ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് കിട്ടുന്ന ലീഡ്സ് ഒക്കെ ക്വാളിറ്റി ലീഡ്സ് ആയിരിക്കും. പിന്നെ മൂന്നാമതായിട്ട് ലെസ് വേസ്റ്റേജസ് ഓഫ് യുവർ ആഡ് ബഡ്ജറ്റ്. അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലേസസ് അതിനകത്തേക്ക് എക്സ്പാൻഡ് ആയി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആഡ് ബഡ്ജറ്റ് അതിനകത്തേക്ക് ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ പിൻ കോഡ് ടാർഗറ്റിംഗ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. ഇപ്പോഴാണ് അത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്പെസിഫിക് ഏരിയ നിങ്ങൾ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ബെറ്റർ ആവുക. സോ നിങ്ങൾ ഇതേപോലത്തെ ലോക്കൽ ഏരിയാസ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഒരു ആഡ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ പിൻ കോഡാണ്. വൈഡ് റേഞ്ചിനകത്തുള്ള ഓഡിയൻസിനകത്ത് പിൻ കോഡ് വെച്ച് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനകത്തൊരു ഹ്യൂജ് നമ്പർ ഓഫ് വോളിയൂംസ് നമുക്ക് പിൻ കോഡ് അതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് പിൻ കോഡ്സ് ഒക്കെ മാറിപ്പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ChatGPT ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ പിൻ കോഡെല്ലാം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പക്ഷേ എങ്കിൽ കൂടി നിങ്ങൾക്ക് അതിനകത്ത് ഒന്നും കൂടി മോണിറ്റർ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. എപ്പോഴും നമ്മളൊരു വൈഡ് റേഞ്ച് ഓഡിയൻസിനെ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ സെലക്ട് ചെയ്യുന്ന പോലെ നമ്മൾ നോർമൽ ആയിട്ടുള്ള ലൊക്കേഷൻസ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നന്നാവുക. ഒരു 2 കിലോമീറ്റേഴ്സ് 3 കിലോമീറ്റേഴ്സ് ഒക്കെ ഇതിനകത്ത് ഓഡിയൻസിന് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനകത്ത് ലൊക്കേഷൻസ് പോയിട്ട് സാധാരണ ലൊക്കേഷൻസ് നെയിം അടിച്ച് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് പിൻ കോഡ് വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യുന്നതാണ്. നല്ല ക്വാളിറ്റി ലീഡ്സ്, നല്ല കൺവേർഷൻസ് നിങ്ങൾക്ക് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.